ഹായ്, കരാട്ടെ ആൻഡ് ഫിറ്റ്നസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തലയണ വെച്ച് നമ്മളെ കൊല്ലാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക. സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു രക്ഷാ ശ്രമം എല്ലാവരും നടത്തും. നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് പറ്റുന്ന രീതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ബേസിക്കായിട്ട് എല്ലാവരും നടത്തും. ഇന്ന് അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നടത്താമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ വീഡിയോസിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എളുപ്പത്തിൽ, അതായത് പല ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് ഇന്ന്. നിങ്ങൾക്ക് തലയണ വെച്ചിട്ട് നമ്മൾ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാം. പല പല വാർത്തകൾ നമ്മൾ ദൈനംദിനം കേൾക്കാറുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡൻസ് നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഒരുപാട് നടക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് അവർക്കും ഈ ഇൻഫോർമേഷൻ എത്തിക്കുക. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് തലയണ വെച്ച് നമ്മൾ കൊല്ലാൻ വരുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുക എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. രണ്ട് രീതിയിൽ കാണിച്ചു തരാം. അതായത് ബേസിക്കായി ഇങ്ങനെ നേരെ മുഖത്ത് കൊണ്ടുവന്ന് വെക്കുന്നതിനെ എങ്ങനെ ഡിഫെൻസ് ചെയ്യാം, അതേപോലെ കാല് നമ്മൾ ശ്രമം നടത്തുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ബോഡി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കാണിച്ചു തരാം. ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് മാക്സിമം പവറിൽ ഞാൻ ഒരു പ്രതിരോധം ചെയ്യാണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയാണ്. കാരണം എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു 5 തൊട്ട് 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് ശ്വാസം പോകുന്നുണ്ട്. ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുന്നേറ്റ് പാട് തന്നെ ബേസിക്കായിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ ഡിഫെൻസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇത്തരം സിറ്റുവേഷൻ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് രണ്ട് കൈ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ആയിരിക്കും കൈ വെക്കുന്നത്. ഇവിടെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ കൈ ഇങ്ങനെയുണ്ട്. രണ്ട് കൈയും ഇവിടെ വെച്ചതിന് ശേഷം ട്വിസ്റ്റ് ചെയ്താൽ മതി. ഒന്നാമത്തെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് തള്ളാം, അല്ലെങ്കിൽ കിക്ക് ചെയ്യാം കാലുകൊണ്ട്. അടുത്തത് ചെയ്യാൻ പറ്റുന്നത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. രണ്ട് കൈകൾക്കിടയിൽ നമുക്ക് കൈ അങ്ങോട്ട് ഫേസിലോട്ട് ഇടാൻ പറ്റും, കണ്ണിലോട്ട് തന്നെ പ്രയോഗിക്കാനും പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എങ്ങനെയുള്ള ആളാണെങ്കിലും കണ്ണിലോട്ട് 2 പേരിൽ പോകുന്ന സമയത്ത്, അതായത് ഫേസിലോട്ട് മൊത്തം കൈ വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 കൈ ഫോക്കസ് ചെയ്തിട്ട് കണ്ണിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇയാളിങ്ങനെ പോയ സമയത്ത് നമുക്ക് എഴുന്നേറ്റിട്ട് ഫേസിലോട്ട് സ്ലാപ്പ് ചെയ്യാം, വേണമെങ്കിൽ ഗ്രോയിനിലോട്ട് അറ്റാക്ക് ചെയ്യാം, എന്തുവേണം ചെയ്യാം. അത് രണ്ടാമത്തെ. ആദ്യം ബേസിക്കായിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ്. കൗണ്ടർ അറ്റാക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണമെന്നുള്ളത്. ഒന്നും കൂടി കാണിച്ചു തരാം. നല്ലോണം ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പറ്റും. 100% സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം നമ്മൾ ചെയ്ത് നോക്കിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കൂടുതലും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യണം അറിയാണ്ട് വെപ്രാളപ്പെടുന്ന ആ സമയത്ത് സിമ്പിളായിട്ട് ഇത് ജസ്റ്റ് 1-2 പ്രാവശ്യം പ്രാക്ടീസ് നോക്കിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നതോടൊപ്പം നമ്മുടെ മേലെ ഇയാൾ കയറിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ത്രോ ചെയ്യാൻ പറ്റും. അതായത് കാലിൻ്റെ മുട്ടാണ് കയറ്റി വെച്ചിട്ടുള്ളതെങ്കിൽ കാലിൻ്റെ മുട്ട അങ്ങോട്ട് പുഷ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റുന്നുണ്ട് സെയിം സാധനത്തിൽ തന്നെ. അപ്പോൾ നിങ്ങൾ നേരത്തെ കാണിച്ച പോലെ ഫേസിലോട്ട് കൈവെക്കാം, അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. ബേസിക്കായിട്ടുള്ള നമ്മൾ ഒന്നാമത്തെ രക്ഷാപ്രവർത്തനം ഇവിടെയാണ് എളുപ്പത്തിൽ നടത്താൻ പറ്റുന്നത്. നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് അറിയുന്ന എന്തെങ്കിലും ചെയ്യുകയായിരിക്കും. പക്ഷേ നമ്മൾ കാണിച്ചു തരുന്നത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതെന്നാണ്. ഇപ്പോൾ കാണിച്ചത് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്പേസ് വെക്കുന്നുള്ളത്. കൈയിൻ്റെ മേലെ ഇങ്ങനെ കയറ്റി വെക്കുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കൈയും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട്
ഈ മുട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് തള്ളിയാൽ മതി. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടി മുട്ട് മാത്രം വെച്ചാൽ ഇങ്ങനെയാണെന്നുള്ളത്. അതേപോലെ ഈ സമയത്ത് നമ്മൾ ബ്ലൈൻഡ് ആയിരിക്കും, തലയണ വെക്കുന്ന സമയത്ത് ബ്ലൈൻഡ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഇത്രയേ ചെയ്യാനുള്ളൂ. സീരിയസ്ലി വളരെ എഫക്റ്റീവാണ് ഈ സാധനം. 100% ഇന്ന് കാണിച്ച 3 ടെക്നിക്കും നിങ്ങൾക്ക് എപ്പോഴത്തെ പോലെ തന്നെ യൂസ്ഫുൾ ആവുമെന്ന് ഗ്യാരണ്ടി പറയുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്തത് എൻ്റെ സുഹൃത്തും ചാനലിൻ്റെ പാർട്ട്ണറും ക്യാമറ കൈകാര്യം ചെയ്യുന്നതും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ്. ഫാറൂഖിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെയാണ്. വീഡിയോ സ്റ്റുഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇതിലേക്കും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് കാണിച്ച പോലെ തലയണ വെച്ച് നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വരുന്ന സമയത്ത് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ ഇത്തരം റിയലായിട്ട് എന്തെങ്കിലും സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരിക. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇന്നെൻ്റെ കൂടെ ഉള്ളത് മുഹമ്മദ് അനീഫാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇങ്ങനെ മുട്ടുകാല് പിടിക്കുക പോകുന്നില്ലേ? 150 രൂപ അല്ലേ? നമ്മള് ആയാ മച്ചാ ഈ വളവാ എന്ത് വായിൽ വരുന്നില്ലല്ലോ. ആ നമ്മള് അല്ലേ ശ്വാസം പോകുന്നില്ലേ? കയറ് വെക്കുന്ന സമയത്തില്ലേ കൈ നിന്നെ കാണുന്നു. നിന്റെ ഫേസ് എല്ലാം ടാർഗറ്റ് ചെയ്യാൻ കഴിയും. ഇത് വെക്കുമ്പോ എന്ത് കാണുന്നില്ല. ബ്ലൈൻഡില് ചെയ്യുന്ന ഇതെന്നെ നല്ല